110 ഭാഷകളിലെ ബൈബിളുകളും ബൈബിൾ വിവർത്തനങ്ങളും വിവിധ രാജ്യങ്ങളിലെ 100-ലധികം വൈവിധ്യമാർന്ന കുരിശുകളും ഈജിപ്തിലെ പേപ്പറസ് ചിത്രങ്ങളും തുകൽ എഴുത്തുകളും അടക്കമുള്ളവയുടെ അപൂർവമായ പ്രദർശനം ക്രൈസ്തവ ചരിത്ര വഴികളിലേക്കുള്ള തിരിഞ്ഞുനോട്ടമായി. ചെങ്ങന്നൂർ പുത്തൻകാവ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവക ദിനത്തോടനുബന്ധിച്ച് ചെങ്ങന്നൂർ സ്വദേശിയായ ഫാദർ ഡോക്ടർ എബ്രഹാം കോശി കുന്നുംപുറത്തിന്റെ സ്വകാര്യ ശേഖരത്തിൽ നിന്നുള്ള ഫിലോ ബിബ്ലിക്ക ക്രൈസ്തവ പൈതൃക പ്രദർശനമാണ് ഈ വേറിട്ട കാഴ്ചയൊരുക്കിയത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന പുസ്തകം ബൈബിളാണ്. എന്നാൽ ഇതിലെ വ്യത്യസ്തത ആരെയും ആകർഷിക്കും. ഇത്തരം വേറിട്ട ബൈബിളുകളുടെ ഒരു പ്രദർശനമാണ് ചെങ്ങന്നൂർ പുത്തൻകാവ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ ഇടവക ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചത്. ഫിലോ ബിബ്ലിക്ക എന്ന പേരിൽ ദേവാലയത്തിലെ GMP ഹാളിലായിരുന്നു പ്രദർശനം നടന്നത്. ഇതിനോടകം 22 രാജ്യങ്ങൾ സന്ദർശിച്ച ചെങ്ങന്നൂർ സ്വദേശിയായ ഫാദർ ഡോക്ടർ എബ്രഹാം കോശി കുന്നുംപുറത്തിന്റെ സ്വകാര്യ ശേഖരത്തിൽ നിന്നാണ് ഈ പ്രദർശനം ഒരുക്കിയത് എന്നതും ഏറെ ശ്രദ്ധേയമായി. ബൈബിൾ വികാസം പ്രാപിച്ച വഴികൾ ഈ പ്രദർശനത്തിലൂടെ മനസ്സിലാക്കുവാനും സാധിക്കും. ഫിലോ ബിബ്ലിക്ക ഒരു ക്രൈസ്തവ പൈതൃക പ്രദർശനമാണിത്. പ്രത്യേകിച്ച് ബൈബിളിൻ്റെ ഉൽപ്പത്തി, വികാസം, ബൈബിള് പല ഭാഷകളിൽ ഉണ്ട് എന്നുള്ള ഒരു അറിവ് പകരുക. ഇവിടെ ഏതാണ്ട് 110 ഭാഷകളിലുള്ള ബൈബിളുണ്ട്. അതുപോലെ തന്നെ മലയാളത്തിലെ 10 വിവർത്തനങ്ങൾ, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ്റെ 50ഓളം ടൈപ്സ് ഓഫ് ട്രാൻസ്ലേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബൈബിൾ വികസിച്ച് വന്ന വഴികൾ, എങ്ങനെ ബൈബിൾ ലഭിച്ചു, അതിൻ്റെ പാർച്ച്മെൻറ്റ് തൊട്ട് തുകിലിൽ എഴുത്ത് തൊട്ട് പേപ്പറസ് എഴുത്തുകൾ, അതുപോലെ ബൈബിൾ വളർന്നു വന്ന വഴികൾ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ എക്സിബിഷന്റെ ലക്ഷ്യം. യേശുക്രിസ്തുവിന്റെ ജനനത്തിനു മുമ്പ് BC കാലഘട്ടത്തിലും അതിനുശേഷം AD യിലും എഴുതപ്പെട്ട ചരിത്ര രേഖകളുടെ മാതൃകകൾ, അക്കാലത്തെ ഭാഷ, തുകിലിലും ഒപ്പം പാപ്പറസിലുമടക്കം എഴുതപ്പെട്ട ലേഖനങ്ങൾ, ഇതെല്ലാം ഈ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. 110 ഭാഷകളിലെ ബൈബിളുകൾ, 50-ലധികം വേദപുസ്തകം, ഇംഗ്ലീഷ് വിവർത്തനങ്ങൾ, 10-ലധികം മലയാള വേദപുസ്തക വിവർത്തനങ്ങൾ, കായംകുളം പീലിപ്പോസ് റമ്പാൻ വിവർത്തനം ചെയ്ത മലയാളത്തിലെ ആദ്യ ബൈബിൾ വിവർത്തനം, ബൈബിൾ കമന്ററികൾ, വിജ്ഞാനകോശങ്ങൾ, ബ്രെയിലി ബൈബിൾ, വിവിധ രാജ്യങ്ങളിലെ 100-ലധികം വൈവിധ്യമാർന്ന കുരിശുകൾ, വിവിധ രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്ന കുന്തിരിക്കം, യെരുശലേം പട്ടണത്തിലെ വിവിധ മലകളിലെ കല്ല്, ഗലീല തടാകത്തിലെയും ചെങ്കടലിലെയും ജലം, വിവിധ ബൈബിൾ നാണയ മാതൃകകൾ, 10 കന്യകമാർ ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങളുടെ മാതൃകകൾ, വിവിധ സഭകളിലെ പൂജാപാത്രങ്ങൾ, ക്രിസ്തീയ ഐക്കണോഗ്രഫി, വിശുദ്ധ കന്യകമറിയാമിന്റെ വിവിധ രാജ്യങ്ങളിലെ ചിത്രീകരണങ്ങൾ, ഓർത്തഡോക്സ് സഭ പ്രാർത്ഥനാ ചരടുകൾ, ഈജിപ്തിലെ പേപ്പറസ് ചിത്രങ്ങൾ, തുകലെഴുത്തുകൾ, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മറ്റ് വ്യത്യസ്തമാർന്ന വസ്തുക്കളും, 1000-ലധികം ക്രിസ്മസ്, ഈസ്റ്റർ സ്റ്റാമ്പുകളും, അങ്ങനെ ക്രൈസ്തവ പൈതൃകം വിളിച്ചോതുന്ന അനേകം വസ്തുക്കൾ കൊണ്ടായിരുന്നു ഈ പ്രദർശനം സംഘടിപ്പിച്ചിരുന്നത്. ഞായറാഴ്ച രാവിലെ 9:30 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഇടവക ദിനത്തോടനുബന്ധിച്ച് പ്രദർശനം നടന്നത്. പ്രദർശനത്തിന് ദേവാലയ വികാരി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് സമയിൽ, സഹവികാരി ഫാദർ ജിജോ ജോയി കണ്ണാട്ട്, ട്രസ്റ്റി ടൈറ്റസ് മാത്യു, സെക്രട്ടറി ബിജു അലക്സാണ്ടർ എന്നിവർ നേതൃത്വവും നൽകി. ACV ന്യൂസ്, ചെങ്ങന്നൂർ.